ഒരു VS3 എടുക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ എടുത്തത്. വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ നോർമലാണ് എന്നാണ് പറയുന്നത്. പെട്ടത് ഒരു ദിവസം ഒരാളൊന്ന് ചീത്ത വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നും പഴയ പോലെ അങ്ങ് ആവുകയാണ്. ഹലോ ഗൈസ്, അടുത്ത പണിയായിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല. ബാക്കി എല്ലാം വർക്കാവുന്നുണ്ട്, ഇൻഡിക്കേറ്റർ മാത്രം വർക്കാവുന്നില്ല. അവിടെ സിഗ്നലും കാണിക്കുന്നില്ല, മീറ്ററിൽ സിഗ്നലും കാണിക്കുന്നില്ല. ഹോൺ വർക്കാവുന്നുണ്ട്, ലൈറ്റ് വർക്കാവുന്നുണ്ട്, എല്ലാം വർക്കാവുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അറിയാൻ വയ്യ. ഫ്യൂസ് നോക്കി, ഫ്യൂസിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം വർക്കായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാം വർക്കാവുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെയും ഈ ലോ ഫ്യൂലിൻ്റെയാണ് കാണിക്കുന്നത് വാണിങ്. ബാക്കി ആണ്ടെ ലൈറ്റ്, ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല, ആണ്ടെ വർക്കാവുന്നില്ല. ഫോൺ വർക്കാവുന്നുണ്ട്, ബാക്കി എല്ലാം വർക്കാവുന്നുണ്ട്. എന്തിനാണ് കാര്യമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എന്തിനാണ് സംഭവം ഒന്നും അറിയാൻ വയ്യ. പിന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മളിതൊക്കെ ആക്കിയത് തന്നെ. ഒരു VS3 എടുക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഒരു കുഴപ്പമില്ല, അവർക്കായിക്കൊണ്ടിരുന്ന ഇൻഡിക്കേറ്ററെ പെട്ടത് ഒരു ദിവസം ഒരാളൊന്ന് ചീത്ത വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇൻഡിക്കേറ്റർ വർക്കാകുന്നില്ല എന്ന്. പിന്നെ നമ്മൾ സ്പോക്കറ്റിന്റെ അവിടെ നിന്ന് ലീക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ചെയിൻ ലൂബ് ചെയ്യാതെ കഴുകിയൊക്കെ വെച്ച് നല്ലോണം വെച്ച് ഒരു ദിവസമൊക്കെ വെച്ച് നോക്കി. പക്ഷെ ലീക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ ലൂബ് അടിച്ചങ്ങ് വെച്ച്. എന്തിനാണെന്ന് അറിയാൻ വയ്യ. വേറെ അവിടെ നിന്ന് ലീക്കിന്റെ ഒരിതും കാണുന്നില്ല. പിന്നെ എനിക്കുള്ള ഡൗട്ട് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇവിടെ കണ്ട, ഇവിടെ ഇവിടെ വരുന്ന ആ ഒരു ഓയിലിന്റെ സംഭവം വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ നോർമലാണ് എന്നാണ് പറയുന്നത്. നോർമലായിട്ട് അവിടെ ചെറിയ ഒരിത് വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പം ഒരു ദിവസം 2 ദിവസമോ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ പിന്നും പഴയ പോലെ അങ്ങ് ആവുകയാണ്. അവിടെ ഓയിലിൻ്റെ അംശം പിന്നും വരെയാണ്. അത് നോർമലാണോയെന്ന് ഇവിടുത്തെ വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അത് നോർമലാണ്, എല്ലാ ഡ്യൂക്കിനും അങ്ങനത്തെ വണ്ടിയൊക്കെ വരുന്നതാണ്, ഓയിലിൻ്റെ കണ്ടന്റ് വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ഓയിൽ കുറയുന്നു ആണ് മറ്റേ ആ ഒരു ഷോർട്ട്സ് ഇട്ടതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ. അല്ലാതെ അത് ഞാൻ കുറേ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അവിടെ നിന്ന് ലീക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പുതിയ പണിയായി. അത് ചെയ്തില്ല. അത് എങ്ങനെയാണ് ഓയിൽ കുറയുന്നതെന്നാ ഒന്നും അറിയാൻ വയ്യ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ. ഓക്കെ.